ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സോയാ ബീൻസ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ മോനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ മസാല മണം ആണല്ലോ മൂപ്പരാളുടെ ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കണമെന്ന് കുതിരാൻ. ഇതിൽ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ. ചെറിയ സോയാബീനും വരുന്നുണ്ട്, വലുതും ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇടുന്നത്, ചെറുതാക്കണമെന്നില്ല. ചില വലുതൊക്കെ ആകുമ്പോൾ ചെറുതാക്കാറുണ്ട്. പിന്നെ അതിലേക്ക് 2 തക്കാളിയും സബോളയും. അപ്പോൾ അത്ര മതി. നമുക്ക് കാലത്ത് ചപ്പാത്തിയാണ്, അപ്പോൾ ചപ്പാത്തിയിലേക്ക് എടുക്കുകയും ചെയ്യാം. ഊണിനായാലും കുഴപ്പമൊന്നുമില്ല. ചിക്കൻ കഷ്ണം പോലെ ഇത് എടുക്കുമ്പോൾ അതിൻ്റെ മസാല മണമൊക്കെ ആകുമ്പോൾ മോനെ അത് വൈകുന്നേരം വരത്തേക്ക് വേണമെങ്കിൽ എത്തിച്ചോളൂ. അതേപോലെ അപ്പോൾ നമുക്കങ്ങനെ 2 സബോള അരിയുമ്പോൾ നല്ല എരിവുള്ള സബോള കേട്ടോ. സബോള അരിയുമ്പോൾ കരയാറുണ്ടോ നിങ്ങൾ? അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പണിയാലേ സബോള എരിഞ്ഞ് കണ്ണൊക്കെ ഒന്ന് കലങ്ങലേ. അത് നല്ലതാണ് കേട്ടോ. ആ കണ്ണിലേക്ക് ആ നീറ്റൊക്കെ നല്ലതാണ്. അപ്പം നമ്മുടെ കണ്ണിനും ഒരു കുളിർമ വരും അല്ലേ. അപ്പം അങ്ങനെ 2 സബോളയും 2 തക്കാളിയും ഒക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത്തിരി നാളികേരം അതുപോലെ വറുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നാളികേരം എന്താണെന്ന് വെച്ചാൽ ഒന്ന് മൂപ്പിച്ചിട്ട് ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് പെരുംജീരകമൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുക്കറിൽ നമുക്ക് ഇത്തിരി എളുപ്പപ്പണിയായിട്ട് എല്ലാം കൂടി സോയാബീൻ എല്ലാം കൂടി കുക്കറിൽ ആദ്യത്തെ എനിക്ക് സഹായി എപ്പോഴും അവനാണല്ലോ. വെളിച്ചെണ്ണ കുപ്പിയും ഒക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ വറുത്തെടുത്തു. അത് മിക്സിയിലടിച്ച് എല്ലാം കൂടി കുക്കറിൽ ഇടാമല്ലോ. തക്കാളിയും സബോളയും വാട്ടിയതിന് ശേഷം എല്ലാം കൂടി കുക്കറിലിട്ടു. അത് കുക്കറിൽ നിന്ന് ചീഞ്ചട്ടിയിലിട്ടൊന്ന് എങ്ങനെയായിട്ടുണ്ട് നോക്കാം. അപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് തിളച്ച് ഒന്ന് ശരിയായി വരട്ടെ. അപ്പോൾ നാളികേരം അരച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഒരു കട്ടിയും ടേസ്റ്റും ഒക്കെ വരും. പണ്ടത്തെ വറുത്തരച്ച കോഴിക്കറി ഇല്ലേ, അതേപോലെ വറുത്തരച്ച ഒരു മണം ഒക്കെ വരും. അപ്പോൾ ഇത്തിരി കൂടി നമ്മൾ സാധാ മുളകും മല്ലി മാത്രം ഇട്ടിട്ട് അങ്ങനെ വയ്ക്കുമ്പോൾ അത്രയും കൂടെ കട്ടി കിട്ടില്ല. അപ്പോൾ അതിനേക്കാൾ ഒത്തിരി ടേസ്റ്റും കൂടും. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഇത്തിരി ഒന്ന് വറുത്തെടുത്തത്. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അവനെത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ ടേസ്റ്റ് നോക്കാൻ ഭയങ്കര ഉത്സാഹം. ഈ മസാല മണം